നമ്മളെ ലാസ്റ്റ് വീഡിയോക്ക് 50K വ്യൂസ് ആയിട്ടുണ്ട്. അതിന്റെ ഫുൾ ബിഹൈൻഡ് ദി സീൻസ് വിത്ത് കോമഡി ഈ ഒരു വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്യുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെ നമ്മൾ 6 മണിക്ക് വീഡിയോ ഉള്ളതെന്ന് വിചാരിച്ച് 5:30 വീഡിയോ എടുക്കച്ചതാണ്. അങ്ങനെ എന്തിനോ ഏതിനോ വേണ്ടിയിട്ട് ഈ ഒരു ഷോട്ട് ചെയ്യാൻ എടുത്തു. എന്തിനാന്ന് അറിയത്തില്ല കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്റ്റെപ്പ് എൻ്റെ പുറകെ കാണുന്ന ഈ ഒരു സ്റ്റെപ്പ് ചാടിച്ചു നോക്കുക എന്നതാണ്. പക്ഷേ താഴത്തേക്കല്ല മുകളിലേക്ക്. അതിലൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേളിൽ നിന്ന് താഴത്തേക്കല്ല, താഴെ നിന്ന് മേളിലേക്കാണ് ഇന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഒരു സ്റ്റണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തുകയാണ്. സ്റ്റെപ്പും സൈക്കിളും ഒന്ന് വീഡിയോ എടുക്കണം. അപ്പോഴാണ് നമ്മൾ സൈക്കിളിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ സീറ്റിൻ്റെ ഹൈറ്റ് കുറച്ച് താത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കീൻ്റെ അല്ലെങ്കിൽ എടുത്തു. കാരണം നമ്മുടെ ഈ സൈക്കിളിൽ ക്വിക്ക് റെയിൽസ് അല്ല കേട്ടോ വരുന്നത്, നെട്ടും ബോൾട്ടുമാണ്. അതുകൊണ്ട് നമ്മൾ ഈ അല്ലെങ്കിൽ വെച്ചിട്ട് തിരിച്ച് സീറ്റിൻ്റെ ഹൈറ്റൊക്കെ സെറ്റ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്തതെന്ന് വെച്ചാൽ സൈക്കിളിൻ്റെ ഗിയർ മേളിൽ കിട്ടും. നമുക്കറിയാലോ സൈക്കിൾ വെറുതെ വയ്ക്കുമ്പോൾ ഗിയർ ഏറ്റവും താഴെയിട്ട് വയ്ക്കുമല്ലോ. അങ്ങനെ ഗിയറൊക്കെ സെറ്റ് ചെയ്തു. വാമ്പിന് പകരമായിട്ട് നമ്മൾ സ്റ്റെപ്പ് ഒന്ന് ഇറക്കി, പകരമല്ല വാമ്പായിട്ട്. പക്ഷേ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ വാമ്പ് ചെയ്യുമല്ല ഇത്. ഞാൻ ഡയറക്റ്റ് ഈ ഒരു സ്റ്റണ്ട് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്തൊക്കെ കോപ്രായങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഈ ഒരു കോപ്രായം എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് വീഡിയോ എടുത്ത് നോക്കാൻ ചെന്നപ്പോഴാണ് നമ്മുടെ കുളം എന്നൊന്നും പറയാൻ പറ്റില്ല, ആ വെള്ളത്തിൻ്റെ അകത്ത് ഒരു കുട്ടനെ കാണുന്നത്. കുട്ടൻ ഏത് അമ്പൽ ഈ കൂട്ടനെ എനിക്ക് ഷോർട്സ് കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. പക്ഷേ ഇത് കാണിച്ചു, അപ്പോൾ അത് നടന്നില്ലേ ഏത്. അങ്ങനെ നമ്മൾ വീണ്ടും പ്രാക്ടീസ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. അതിന് മുമ്പ് ആവശ്യമില്ലാത്ത ക്ലിപ്പൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. പുറത്തേക്ക് പോയിട്ട് തിരിയുന്നില്ല. ആ സെക്ഷനൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ സ്പീഡ് കൂട്ടിയിടാണ്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളും കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് ഫ്രണ്ടിലേക്ക് ഓടിച്ച് കയറ്റുക എന്ന് മാത്രമായിരുന്നു. അപ്പം ഈ ഒരു സമയത്ത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ കയറ്റിയതല്ല, ഒന്ന് ബാലൻസ് ചെയ്ത് മാസമായിട്ട് അങ്ങ് ഇറക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ കാല് സമ്മതിച്ചില്ല. ഏത് വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസമുള്ളൂ, ബാലൻസ് ചെയ്തിയാൽ ചാടും കുതിര. അങ്ങനെ ഒരുവിധം ബാലൻസ് ചെയ്ത് രണ്ടും കൽപ്പിച്ച് ആ സ്റ്റെപ്പ് അങ്ങ് ഇറക്കി. സ്റ്റെപ്പ് ഇറക്കിയിട്ട് മറ്റേ വീഡിയോ പറഞ്ഞ പോലെ ഉഗാണ്ടയിൽ ചവിട്ടിപ്പോയി. എന്തിനും വാമ്പ് ചെയ്തില്ലല്ലോ, അപ്പോൾ അതിന് പകരം അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടി ചെയ്തു. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് സ്റ്റെപ്പ് ഓടിച്ചായിട്ട് ബണ്ണി ഹോപ്പ് വരെ ചെയ്തത്. ഏത് ബണ്ണി ഹോപ്പ്. അപ്രതീക്ഷിതമായിട്ടുള്ള കോപ്രായങ്ങൾക്കിടയിൽ ഇങ്ങനത്തെ കോപ്രായങ്ങളും വരുന്നുണ്ട്. പല സ്റ്റണ്ട്, പല കോമ്പിനേഷനുകളിൽ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സാധനം റിവേഴ്സ് അങ്ങനെ എൻ്റെ മനസ്സിൽ ആ ബൾബ് എത്തി ഇനി ഞാൻ ചെയ്യും എന്ന് ഞാൻ പറയുന്നുണ്ട്. ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്യും. ഞാൻ ആവശ്യമില്ലാത്ത ക്ലിപ്പൊന്നും കാണിക്കില്ല എന്നുണ്ട്. എന്നാലും ഇനീഷ്യലിൽ ഒന്ന് കാണിക്കണമല്ലോ കുറച്ചൊക്കെ. എങ്ങനെയാണ് ഇതാണ് അടുത്ത കോപ്രായം കൂടെ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണ്. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്, കുറേ ചെയ്യുന്നുണ്ട്. അത് മൊത്തം ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ കുറച്ച് പൊട്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. മേളെ കുറച്ച് കയറ്റുകയും ചെയ്യണം, അതേപോലെ റിവേഴ്സ് വരും ചെയ്യണം. ആദ്യം കയറ്റിയതുപോലെ എങ്ങനെയും കയറ്റിയിട്ട് ആ റൈറ്റിലേക്ക് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റിവേഴ്സ് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരെ തന്നെ കയറ്റിയിട്ട് നേരെ തന്നെ തിരിച്ചിറങ്ങി വരും. അപ്പോൾ നമ്മൾ അതിനുള്ള പ്രാക്ടീസാണ്. ഭാഗ്യത്തിനാണ് കേട്ടോ അത് പോയി വീഴാത്തെ. അപ്പോൾ അങ്ങനെ അതിനാ ചിറകടിക്കുമോ നോക്കിയതാ, പറക്കുമോന്ന് അപ്പോൾ നമ്മൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം ടയർ സ്റ്റക്കാണ്, കുറച്ചുകൂടെ സ്പീഡിൽ മീൻസ് ഒരേ മോഷനിൽ വന്നാൽ അത് ഈസി ആയിട്ട് കയറത്തുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ അടിപൊളി ഇപ്പോൾ പറഞ്ഞു കേട്ടോ. ആദ്യം പറക്കാൻ നോക്കിയില്ലേ ഇപ്പോൾ പറഞ്ഞു. ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും റിവേഴ്സ് പ്രാക്ടീസ് ചെയ്യാണ്. കാരണം നേരെ കയറിയാലും റിവേഴ്സ് ഇറങ്ങി വരണമല്ലോ. അപ്പം അങ്ങനെ ഞാൻ മുതലാക്കുവാണ്. അപ്പോൾ മേളിലേക്ക് എങ്ങനെയും കയറ്റിയിട്ട് കാല് കുത്തിയിട്ടാണെങ്കിലും തിരിച്ച് ഇറങ്ങാൻ വേണ്ടി. അങ്ങനെ ഇത് ഏകദേശമായി. കാരണം നേരെ കയറി ഏകദേശം നേരെ ഇറങ്ങുന്നു. അങ്ങനെ വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. കാലുകുത്തി മേളിലെത്തി കാലുകുത്തി. അപ്പോൾ അങ്ങനെ റിവേഴ്സ്. അപ്പോൾ അവിടെ ആണെങ്കിലും ഇട്ട് കുത്തി എത്ര നേരം അവിടെ നിന്ന് പോട്ടെ ഇറക്കിയോ അതുമില്ല. അതുകൊണ്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. കാരണം സമയം 6 മണിക്ക് വീഡിയോ ഇറങ്ങണം. എന്നിട്ട് 5:30 വന്നിട്ട് ചെയ്യുക. അതിന് നമ്മൾ തിരിച്ചിറങ്ങിപ്പോയപ്പോഴത്തേക്ക് 6 മണിയായി, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കണ്ടേ. അങ്ങനെ നമ്മൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് റിവേഴ്സ് അത്യാവശ്യം ഇറങ്ങി വരുന്നുണ്ട്. ആ ഒരു ബാലൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു സംഭവം ഏകദേശം ആയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഞാൻ ഓടിച്ചു വന്ന് ഒരേ മാതിരി ചെയ്തു. സ്മൂത്തായിട്ടും കയറിപ്പോയി. കാല് കുത്തിയില്ല, ബാലൻസ് ചെയ്തു. പിന്നെ എങ്ങനെ ആയാലും ഇറക്കണം എന്ന് വിചാരിച്ചു. ഇറക്കും എന്ന് പറഞ്ഞാൽ ചെയ്യും. അത് വിട്. അപ്പോൾ നമ്മൾ ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം. നിങ്ങൾക്കറിയാം വാമ്പ്. അപ്പോൾ നമ്മൾ വാമ്പിൻ്റെ ക്ലിപ്പാണ് ഈ കാണുന്നത്. വാമ്പിന് ഈസി ആയിട്ട് ചെയ്യാം. പക്ഷേ ചെയ്യുമ്പോൾ അതിൽ ഒട്ടും കോംപ്രമൈസ് പറ്റില്ലല്ലോ. കോംപ്രമൈസ്. അങ്ങനെ ഉഗാണ്ടവർ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അതൊന്നും നമുക്കൊരു വിഷയമല്ല. 6 മണി എന്ന് പറഞ്ഞ സമയം അപ്പോൾ ഒരു വിഷയമല്ല. ചെയ്യുമ്പോൾ നോ കോംപ്രമൈസ് ഫോർ വാം ഡൗൺ ചെയ്യില്ല, പക്ഷെ വാം അപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ ക്ലിപ്പ് മൊത്തം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബിഹൈൻഡ് സീൻ ജസ്റ്റ്
കാണിക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ കഷ്ടപ്പാട് ഏത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലിപ്പ് കാണിക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. പിന്നെ ലോങ് വീഡിയോ ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് ഫ്രണ്ടിലേക്കും ഇതുപോലുള്ള ബിഹൈൻഡ് ദി സീൻസ് വീഡിയോസ് ചെയ്യാം. ഈ വാമപ്പ് കണ്ടുപിടിച്ചവനെ എൻ്റെ കൈ കിട്ടിയ കണ്ടില്ലേ, ഒരേ കയ്യിൽ സൈക്കിളും മറ്റേ കയ്യിൽ ഫോണും. ഇതൊക്കെ എങ്ങനെ പിടിച്ചു എന്ന് എനിക്കറിയത്തില്ല, ഫോണായി അന്തരീക്ഷത്തിലായിരുന്നു അത്. അപ്പോൾ നമ്മൾ തിരിച്ച് സൈക്കിൾ കയറ്റിക്കൊണ്ട് വന്നിട്ട് കുറച്ച് സ്റ്റാൻഡും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ചും കൂടെ നമ്മുടെ സ്കില്ലൊക്കെ ഒന്ന് ആ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി. എന്നൊരു കമൻറ്റ് വന്നായിരുന്നു സ്കില്ലെന്ന് പറഞ്ഞിട്ട്, ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഈ സ്റ്റണ്ട് ചെയ്യാണ്. അതിൻ്റെ പേരും കുന്തോന്നും അറിയത്തില്ല. എന്തായാലും അതും ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം കളഞ്ഞു. ഏത് 5:30 വന്നേക്കോ 6 മണിക്ക് വീഡിയോ ഇടാം. തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങിപ്പോയത് 6 മണിക്ക്. ഞാൻ എപ്പോഴാണ് വീഡിയോ ഇട്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ വീണ്ടും അത് ചെയ്യുകയാണ്. അതിലും കോംപ്രമൈസ് ഇല്ല. ഏത് വാമപ്പല്ലേ വാമപ്പ്, അപ്പോൾ കോംപ്രമൈസ് ഇല്ല. അപ്പോൾ നമ്മൾ അത് ചെയ്തു, ഒരു 3-4 പ്രാവശ്യം ചെയ്തു. ഈ ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാനൊരു സെൽഫി മോഡിലൊരു വീഡിയോ എടുത്തു. ആ ക്ലിപ്പാണ് ഈ കാണുന്നത്. വേറെ ഒഴുകുക, ഈ ഒഴുക്കലും വെച്ചുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കണ്ടാം. ബൈ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.